അബൂബക്കർ സലഫി എന്ന പേര് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ടുവരുമോ ഞങ്ങളുടെ മുന്നിൽ? അദ്ദേഹം ബുഖാരിയിലെ ഹദീസുകൾ നിന്ദിച്ചത് അദ്ദേഹത്തെ ഇരുത്തി ഞങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ അനസ് മൗലവിയോട് പറയാനുള്ളത് അത് നിങ്ങൾ തെളിയിക്കണം. അതേ അബൂബക്കർ സലഫി തന്നെ KN-മുകാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിച്ചിട്ടുണ്ട്. ഈ ബുക്കിലെ ഉദ്ധരണിയാണ് കോട്ടിമാട്ടി. KNM-ന് ജിന്നുകളിങ്ങനെ കാണുന്ന അഭിപ്രായം ഉണ്ടത്രേ. KNM-ന് മരത്തിൽ ജിന്നുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അഭിപ്രായം ഉണ്ടത്രേ. റോട്ടിൽ അങ്ങനെ ഉണ്ട് അഭിപ്രായം എത്രേ, അങ്ങനെ ഉണ്ടത്രേ എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയില്ല, ഇവർ അദ്ദേഹത്തിൻ്റെ വാചകം എടുത്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് അറിയോ? തൊട്ട് താഴെ എന്ത് എഴുതണം, ഇത് ഇദ്ദേഹം പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എഴുതണം. അപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ എടുത്ത് വായിച്ചാൽ ഭയങ്കര അക്രമം ചെയ്യണത്. വാസ്തവത്തിൽ ഷെയ്ഖ് റബീനെ കിട്ടിയതുകൊണ്ടാണ് ഈ ബുക്ക് തന്നെ പോലെ എഴുതണത്. കാരണം ഓൽക്കയിൽ എന്തോ മന്ത്രം നിഷേധിക്കാൻ എന്തോ ഉണ്ട് തോന്നിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ എഴുതുന്നത്. അംഗീകരിക്കുക മാത്രമല്ല ഓല് ചെയ്തെന്തെന്ന് നിങ്ങൾ പുറമെ അതിന് ചട്ടയിൽ തന്നെ കൊടുത്തത്. ഈ ചട്ടയിൽ തന്നെ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടല്ലോ ഇവിടെ കൊടുക്കുക, ഇതും അതന്നെ കൊടുക്കുക. അപ്പോൾ ഇത് വായിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താ തോന്നുക? ബുഖാരിലെ ഹദീസിനെ പറ്റിയാണ് ചങ്കിൽ ചവിട്ടുന്ന ഹദീസ്, നങ്കിൽ ചവിട്ടുന്ന ഹദീസ് പറഞ്ഞിട്ട് പരിചയം. അതാണ് ശരിക്കും ഹദീസ് നിന്ന. അതാണ് നിന്ന. നമ്മുടെ പ്രൂഫ് പോയിന്റ് അൽഹംദുലില്ലാ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾക്ക്, വിദാത്തിൻ്റെ ശക്തികൾക്ക് അതൊരു പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതൊക്കെ പ്രൂഫ് പോയിന്റിലൂടെ കടന്നുപോയ വിഷയങ്ങളാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ഒരു പ്രൂഫ് പോയിന്റിൽ ബഹുമാനനായ അബൂബക്കർ സലഫി ഉസ്താദ് KJUവിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ധരണി വായിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് യാതൊരു പിടിവള്ളിയും കിട്ടാത്ത ആളുകൾ അവരുടെ ചില പ്രോഗ്രാമുകളിലൂടെ പ്രസ്തുത ഭാഗം കാണിച്ചും വായിച്ചും എടുത്തു പറഞ്ഞുകൊണ്ടും ഇവിടെ പ്രൂഫ് പോയിന്റിലൂടെ വിസ്ഡം പണ്ഡിതന്മാർ വലിയ കോട്ടിമാട്ടൽ നടത്തിയിരിക്കുന്നു, തിരിമറി നടത്തിയിരിക്കുന്നു, അവരുടെ മുമ്പിലേക്ക് ചർച്ചക്കും അതുപോലെ തന്നെ ക്ഷണിക്കുന്ന വളരെ ഘോരഘോരമായി സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായി. അതിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളൊരു പണ്ഡിതനുണ്ട് അബൂബക്കർ സലഫി എന്ന പേര്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ടുവരുമോ ഞങ്ങളുടെ മുന്നിൽ? അദ്ദേഹം ബുഖാരിയിലെ ഹദീസുകൾ നിന്ദിച്ചത് അദ്ദേഹത്തെ ഇരുത്തി ഞങ്ങൾ കാണിച്ചു തരാം. രണ്ടാമത് കേട്ടോ, ഇനി മനസ്സിലാക്കണം, അതേ അബൂബക്കർ സലഫി തന്നെ KN-മുകാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിച്ചിട്ടുണ്ട്. ഈ ബുക്കിലെ ഉദ്ധരണിയാണ് കോട്ടിമാട്ടി. ഞാൻ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞു എന്ന് നേരത്തെ CM മൗലവിയുടെ വാചകമെടുത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കിയതുപോലെ മനസ്സിലാക്കണം. ഈ പുസ്തകത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അബൂബക്കർ സലഫി അഥവാ KN-മുകാരുടെ വിശ്വാസം റോട്ടുമ്മൽ ജിന്നിനെ കാണും എന്നാണ്. റോട്ടുമ്മൽ ജിന്നിനെ കാണുന്നതാണ് ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ് വിസ്ഡം പ്രവർത്തകരെ നിങ്ങൾ കളവ് പറയുന്നത്? എന്തിനാണ് പച്ച മലയാളത്തിലുള്ള ബുക്ക് നിങ്ങൾ കൊട്ടിമാട്ടുന്നത്? എന്താണെന്നറിയോ? ഈ ഉദ്ധരണിയാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് അബ്ദുല്ലാഹിൽ ഖർആവി റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോൾ, ഷെയ്ഖ് റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ ഇത് വിശദീകരിക്കുകയാണ്. എന്റെ നാട്ടിലെ ആളുകൾ അധികവും രോഗികളായിരുന്നു, അവർ എഴുന്നേക്കുമായിരുന്നില്ല. മിൻ ഐശൈ, എന്ത് രോഗമാണ് അവർക്ക് ബാധിച്ചത്? മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള രോഗങ്ങളാണ്. മിനസാർ, പോക്ക് വരവാണ്. നമ്മുടെ നാട്ടിൽ ശൈത്താങ്കൂക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവും കഥ, അങ്ങനെയുള്ള നിരവധി രോഗങ്ങൾ. ആ നാട്ടുകാരിങ്ങനെ പുറത്തിറങ്ങി മാവുമേലും വാഴമേലും നോക്കുന്നിടത്തൊക്കെ ജിന്നിനെ കാണുമായിരുന്നു. അത് അത്തരം മാനസിക രോഗികളായിരുന്നു. മനസ്സിലാക്കണം. റബീ പറഞ്ഞ ഈ വാചകം KNM-ന്റെ അഭിപ്രായമാണ് അത്രേ. റോട്ടുമേ ജിന്നിനെ കാണുന്ന KNM ബുക്കിലുണ്ട് അത്രേ. അബൂബക്കർ സലഫി എന്ന് പറയുന്ന വിസ്ഡംകാരൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിവരമുള്ള ഒരുത്തര കൂട്ടത്തിലില്ലേ അബ്ദുല്ലാഹിൽ ഖർആവി? അദ്ദേഹം ചെയ്തത് ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഈ തൗഹീദിന്റെ മന്ത്രവുമായി അതേ അൽ ഖർആവി ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഷെയ്ഖ് അൽ ഖർആവി കടന്നു വന്ന് തൗഹീദ് പറഞ്ഞപ്പോ ഒരു റുഖിയയുമില്ല, ഒരു മന്ത്രവാദവുമില്ല, ഒരു മന്ത്രവാദിനിയുമില്ല, ആ രൂപത്തിൽ ഒന്നുമില്ല. തൗഹീദ് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ കുല്ലു ഹാദിഹിൽ അശ്യാ അന്തഹത്, അവിടെ ഉണ്ടായിരുന്ന സർവ്വജിന്നും പാറിപ്പോയി. റോട്ടിന്മേൽ ജിന്നിനെ കണ്ടവര്, മരത്തിന്മേൽ ജിന്നിനെ കണ്ടവര് പിന്നെ ജിന്നിനെ കാണാതായി. അവർക്ക് മനോരോഗം മുക്തമായി, മാനസികാവസ്ഥ മാറി, തൗഹീദിന്റെ ധ്വജവാഹകരായി അവർ മാറി. ഇത് അതേ ഇവിടെ വിസ്ഡംകാർ ഈ പിഴച്ചവാദവുമായി കടന്നു വന്നതുപോലെ സൗദി അറേബ്യയിൽ ഈ വിശ്വാസം പേറി വന്ന ആളുകൾ കടന്നു വന്നപ്പോ അവർക്ക് പറഞ്ഞ മറുപടിയാണ് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി. ഇവിടെ സാധാരണ പറയലുണ്ട്, ചിലത് ഒച്ച കൂട്ടി പറഞ്ഞാൽ ചിലർ കേട്ടോ ആ പറഞ്ഞൊക്കെ ബാത്തിലായിരിക്കും, അങ്ങനെ പറയലുണ്ട്. ചില ആൾക്കാരെ പറ്റി ആരോപണം പറയുകയാണെങ്കിലേ സ്വന്തം വിഷയം വേറുള്ളവൻ്റെ പേരിൽ ആരോപിക്കുകയാണ് എന്നൊക്കെ ചിലരെ പറ്റി. സത്യത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അതാണ്, ഇത്ര ഭയങ്കര ശബ്ദത്തിൽ പറയുമ്പോൾ തന്നെ ചിലരെ പറ്റി മനസ്സിലാക്കാം അവിടെ ഒരു തോൽവി കടന്നിട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ശബ്ദം കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ ചിലത് ഇപ്പോൾ ഞാൻ പറയാം. ഒന്ന്, പിന്നെ ഞാൻ സ്വഹീൽ ബുഖാരിയിലെ കുറേ ഹദീസുകളെ നിന്ദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിന്ദിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഒരു ആരോപണമാണ്. അപ്പോൾ അത് എനിക്ക് നമ്മുടെ അനസ് മൗലവിയോട് പറയാനുള്ളത്, അത് നിങ്ങൾ തെളിയിക്കണം. ഗൗരവമുള്ള വിഷയമാണല്ലോ. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ സത്യത്തിൽ സഹിയായ ഹദീസ് മുഴുവൻ സ്വീകരിക്കണം എന്നുള്ളതാണ്. ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ വിഷയം പറയും വേണ്ട, അല്ലാതെ തന്നെ മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഹദീസ് സഹിയായത് മുഴുവനും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണമെന്ന് വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കുന്നവരാണ് ഇപ്പോഴും കോളേജിൽ. നിന്ദിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി അത് നിന്ദിക്കുക പറഞ്ഞാൽ കുഫറിലേക്ക് എത്തുന്ന വിഷയമാണ്. ഒരിക്കലും സ്ഥിരപ്പെട്ടൊരു ഹദീസിനെ നമ്മൾ നിന്ദിക്കരുത്, പരിഹസിക്കരുത്. അതൊക്കെ പണ്ഡിതന്മാരെ വാചകം ഉദ്ധരിച്ചിട്ട് തന്നെ അത് കുഫറിലെത്തും, അത് ഷിർക്കിലെത്തും എന്നൊക്കെ വിശദീകരിക്കുന്നതാണ്. പക്ഷെ ഒരു മുമ്പക്ക് ചെന്നാലേ പറഞ്ഞുതരുള്ളൂ. മുമ്പക്ക് ചെന്നാൽ പറഞ്ഞുതരുമെന്ന് അങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ. തൽക്കാലം ആൾക്കാരൊന്ന് ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഏതായാലും അനസ് മൗലവി അതൊന്ന് പറയണം, നിർബന്ധമാണത്. അത് പറയണം. ഞാൻ ഹദീസുകളെ, സ്വഹീൽ ബുഖാരിയിലെ ഹദീസുകളെ ഞാൻ നിന്ദിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. കാരണം എനിക്ക് തെറ്റുപറ്റി എനിക്ക് തിരുത്തും ചെയ്യണമല്ലോ. കാരണം ഇത് വലിയ വിഷയമല്ല, കുഫർക്ക് എത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അഥവാ അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയതെങ്കിൽ നോക്കുക, അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയെങ്കിൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകരാരും ഇപ്പോൾ ഇത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. നേരെ മറിച്ച് അപ്പുറത്ത് ചിലരുടെ ശബ്ദത്തിന് ഒച്ച കേട്ടിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ അംഗീകരിക്കണമല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരത്ര വിശ്വസിക്കും തോറും അനസ് മൗലവിക്ക് കോട്ടാണ്, ഒരു അബദ്ധമാണല്ലോ. എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അബദ്ധമെങ്കിൽ ഇനി എൻ്റെ അടുത്താണ് അബദ്ധമെങ്കിൽ ഉപരി തിരുത്തിക്കോട്ടെ, എനിക്ക് തിരുത്താം, ഞാനും തിരുത്തും. അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ ആ നിന്ദിച്ച ഹദീസുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, എന്തായാലും തരണം. എനിക്ക് അദ്ദേഹം പറയാനുള്ളത് അത് തന്നെ വേണം. കാരണം നിങ്ങൾ ആ പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു വിഷയം. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, അതിൽ അന്ന് ചോദ്യം ചോദിച്ചൊരു സഹോദരൻ, നമ്മുടെ സഹോദരൻ ജാബിറിനോട് അദ്ദേഹം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോ, വിസ്ഡം നേതൃത്വം നിങ്ങൾ ശിർക്കിലെത്തിക്കും, നശിപ്പിക്കും. അതും വാസ്തവത്തിൽ തിരിച്ചടിക്കാണ്. നശിപ്പിക്കണം ആരാന്നൊക്കെ നമുക്കറിയാം. ആൾക്കാർ ശിർക്കിലേക്ക് കൊണ്ടുവന്നൊക്കെ പറയണ്ട. ആരാ ശിർക്കിലേക്ക് കൊണ്ടുപോയി ഇൻഷാല്ലാ വേറെ അവസരത്തിൽ നമുക്ക് അതൊന്നുകൂടി നമുക്കും ഒന്നുകൂടി പറയാം ഇൻഷാല്ലാ കാര്യത്തിൽ. പിന്നെ അവിടെ പറഞ്ഞ വേറെ വിഷയം, അതാണ് കാര്യമായി ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. ഞാനവിടെ ഷെയ്ഖ് റബീൻ്റെ വാചകം കോട്ടി മാട്ടി കട്ട് വായിച്ചു. അത് പലരും ഉണ്ട്, അവരൊക്കെ പാടെ സന്ദേശം കൊടുത്തിട്ട് 2-3 ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കട്ട് വായിച്ചിട്ടുണ്ട്, കോട്ടി മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ തന്നെ ഓരോരുത്തരിങ്ങനെ പറയണേ. അതുകൊണ്ട് എനിക്ക് ചോദിക്കുന്നത്, വാസ്തവത്തിൽ എന്താണ് ഈ കട്ട് വായന എന്ന് പറയണേ, എന്താണ് ഈ കോട്ടി മാട്ടൽ എന്ന് പറയണത്? കട്ട് വായന പറഞ്ഞപ്പോൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലാ എഴുതിയ ഷെയ്ഖ് അയാൾ പറയുന്നൊരു വിഷയം ഉണ്ടാകും. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക, അയാൾ പറയാത്തൊരു വിഷയം അയാളുടെ പേരിൽ ആരോപിച്ചിട്ട് ഏതെങ്കിലും വാചകം അവിടെ നിന്ന് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ മോശമായൊരു പരിപാടിയാണല്ലോ. അപ്പോൾ കോട്ടി മാട്ടിന്നോ കട്ട് വായന വേറെ പേരെന്തൊക്കെ അതിന് പറയാം. അല്ലെങ്കിൽ ഒരു ഷെയ്ഖ് വേറെ ഒരു എതിരാളിൻ്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ ആരുടെയും വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ്, എതിരാളിയാണെങ്കിലും അനുകൂലിയാണെങ്കിലും, എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞ ആ വാചകം ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം ഉദ്ധരിച്ചത് ഇയാളുടെ അഭിപ്രായമായിട്ട് പറയാം, എന്നിട്ടോ അതിന് മറുപടി പറഞ്ഞ് പറയാതിരിക്കുക. അത് ഭയങ്കര അക്രമമാണല്ലോ. ഇപ്പോൾ ഏതുപോലെ നമ്മുടെ ബഹുമാനിയായ NV സാലിം സാഹിബ്, നമ്മുടെ സഹോദരൻ റാഷിദ്, അവരൊക്കെ ഈ ജിന്നുമായുള്ള സഹായത്തട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ ഏതൊരു പണ്ഡിതൻ അത് ജായിസാണ്, ജിന്നുകളുള്ള ഇസ്തിയാദ് ജായിസാണ് എന്ന് എഴുതിയൊരു പണ്ഡിതൻ്റെ വാചകമാണ്. അതൊരാൾ എന്ത് ചെയ്തു, അത് NV സാലിം സാഹിബിൻ്റെ അഭിപ്രായമാണ്, റാഷിദിൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതിന് തൊട്ടപ്പുറത്ത് എന്തുണ്ട്, അത് അനുവദനീയമല്ല എന്നുണ്ട്. ഇതൊക്കെ വിടും വഞ്ചനയുള്ളൂ, ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇതൊക്കെയാണ് കട്ട് വായന അല്ലെങ്കിൽ കോട്ടി മാട്ടല്ല. അതിനേക്കാൾ വലിയ പേരൊക്കെ അതിന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിവിടെ ഇപ്പം എന്താ ചെയ്തത്, ഞാൻ ഉള്ളതുപോലെയാണ് വായിച്ചു, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ അവർ പറയണം, ഞാൻ ഷെയ്ഖ് റബീൻ്റെ വാചകങ്ങൾ ഇവർ ഇതിൽ കൊടുത്തു, അതിൻ്റെ പരിഭാഷയും കൊടുത്തു. എന്നിട്ട് അവർ കൊടുത്ത അതേ പരിഭാഷ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വായിച്ചു വന്ന് അങ്ങനെ തന്നെ അതിൽ പറഞ്ഞു. പിന്നെ അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു. എന്തായിരുന്നെന്ന രോഗം ജിന്ന് ബാധ, അതുപോലുള്ളതും. രാത്രി പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അപ്രകാരം പിശാച് അവരെ കീഴടക്കിയിരുന്നു. അജ്ഞരായ ജനത, അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. അദ്ദേഹം എന്താണ് കറാവി വന്നു, അവർ തൗഹീദ് പ്രചരിപ്പിച്ചു. മന്ത്രവും എന്തെങ്കിലും ആയിരുന്നില്ല.
എന്ന് പറഞ്ഞതിൻ്റെ പരിഭാഷ പോകുന്നുണ്ട്. ഇത് അവർ സമർത്ഥിച്ചത് തന്നെയാണ്. ഇത് ഇവരിപ്പോൾ പറയണത് KNMന് ജിന്നുകളങ്ങനെ കാണുന്ന അഭിപ്രായം ഉണ്ടത്രേ, KNMന് മരത്തിൽ ജിന്നുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അഭിപ്രായം ഉണ്ടത്രേ, റോട്ടിൽ അങ്ങനെ ഉണ്ട് അഭിപ്രായം എത്ര അങ്ങനെ ഉണ്ടത്രേ എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറയില്ല, ഇവർ അദ്ദേഹത്തിൻ്റെ വാചകം എടുത്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണമെന്നറിയോ, തൊട്ട് താഴെ എന്ത് എഴുതണം, ഇത് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എഴുതണം. അത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ എടുത്ത് വായിച്ചാൽ ഞാൻ ഭയങ്കര അക്രമം ചെയ്യണം. ഷെയ്ഖ് റബീ പറഞ്ഞ വാചകത്തിന് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് KNMൻ്റെ അഭിപ്രായം. കാരണം ഇതൊക്കെ എന്ത് ചെയ്യാണ്, KNM അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടാണ് എഴുതണം. വാസ്തവത്തിൽ ഷെയ്ഖ് റബീനെ കിട്ടിയതുകൊണ്ടാണ് ഈ ബുക്ക് തന്നെ പോലെ എഴുതണേ. കാരണം ഓൽക്കതിൽ എന്തോ മന്ത്രം നിഷേധിക്കാൻ എന്തോ ഉണ്ട് തോന്നിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ എഴുതുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താണ് സമർത്ഥിച്ചു കൊണ്ട് തന്നെ എഴുതണം. അല്ലെങ്കിൽ ഒരു പറയണം, ഈ വാദം ഷെയ്ഖ് റബീൻ്റെ വാദം ഞങ്ങൾക്കില്ല, അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് എന്നിവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഒരു പറഞ്ഞിട്ടില്ല, ഒരിത് അംഗീകരിക്കുക മാത്രമല്ല ഒരു ചെയ്തെന്തെന്നറിയ നിങ്ങൾ പുറമെ അതിന് ചട്ടയിൽ തന്നെ കൊടുത്തന്. ഈ ചട്ടയിൽ തന്നെ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടല്ലോ ഇവിടെ കൊടുക്കുക, ഇതും അത് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് വായിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താ തോന്നുക, ഇത് ഞാൻ കോട്ടി മാറ്റിയതാണോ? ഒരു പറയട്ടെ, ആ വാചകം തന്നെ ചട്ടയിൽ അതിപ്രധാനമായൊരു കാര്യമായതുകൊണ്ട് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. എന്താ പ്രശ്നം? ജിന്നുബാധ, വിരിപ്പിലും ജിന്നു ബാധിച്ച് എഴുന്നേൽക്കാൻ കഴിയില്ല. നടക്കുമ്പോൾ അജീലും ചെയ്ത്താൻ തന്നെ, മരത്തിൻ്റെ കൊമ്പത്തും ചെയ്ത്താൻ തന്നെ, ഇതൊക്കെ ഇതിലിങ്ങനെ പറയണേ. അപ്പോൾ ഇത് പിന്നെ ഞാൻ കട്ട് വായിച്ചു, ഞാൻ കോട്ടി മാറ്റിന്ന് എങ്ങനെ ഇവർ പറയാം? അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. ക്ഷീണം തീർക്കാനുള്ളൊരു പണിയാണ് ഓലുവടെ എടുക്കണേ. ഇനി കോട്ടി മാറ്റി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഇതിൽ തന്നെ നമ്മൾ കൂടുതലൊന്നുമില്ല, ഈ ബുക്ക് ഫുള്ളുണ്ടായി ഇപ്പോൾ കയറുന്നില്ല. ഇനി കോട്ടി മാറ്റിയത് ഇവരാണ്, ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇനി നോക്കിക്കോളി, ഇതിൽ കുല്ലു ഹാദിൽ അഷിയ ഇൻതഹത്ത് എന്ന് ഷെയ്ഖ് പറയാം. എന്ന് പറഞ്ഞാൽ അബ്ദുള്ള ഖർആയി വന്നപ്പോൾ തൗഹീദ് പ്രചരിപ്പിച്ചു, അങ്ങനെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറയണേ. അതിന് നമ്മൾ അനസ് മൗലി അർത്ഥം കൊടുക്കണമെന്ന് ചോദിക്കേണ്ടി, കുല്ലു ഹാദിൽ അഷിയ ഇൻതഹത്ത് എന്നതിന് അദ്ദേഹം അർത്ഥം കൊടുക്കുകയാണ്, എല്ലാ ജിന്നുകളും പറന്നുപോയി. അത് 2 വട്ടം പറയുന്നുണ്ട്. സാധാരണ നമ്മൾ അർത്ഥ ആശയം പറയലൊക്കെ ഉണ്ട് കേട്ടോ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ കുല്ലു ഹാദിൽ അഷിയ ഇൻതഹത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ജിന്നുകളും പറന്നുപോയി എന്നെന്തത്? ഇതിപ്പോൾ ഷെയ്ഖ് റബി എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. റബീൻ്റെ മേലുള്ള പിന്നെ ആരോപണമല്ലേ അത്. മാത്രമല്ല പറന്നു പോകുമ്പോൾ ജിന്നിനെ കാണും വേണം, ഇവർ കണ്ടോ പഠിച്ചോന്നറിയാം. അങ്ങനെയല്ലേ പറഞ്ഞു. കാരണം ഇതൊക്കെ ഇവർ പറയുമ്പോൾ ഇവർക്ക് എതിരായിട്ട് ഇങ്ങനെ വരികയാണ്. ഇനിയിപ്പം ഇതിപ്പോൾ സ്ഥാപിക്കാനാണ് പറഞ്ഞു കേട്ടോ. കുല്ലു ഹാദിൽ അഷിയ ഇൻതഹത്ത് എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖ് റബി വലിയ സംഭവമാണ് പറഞ്ഞ് ഖർആയി വന്നപ്പോൾ തൗഹീദ് പ്രചരിച്ചപ്പോൾ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇനി വീണ്ടും ഇത് മറുപടി വാദമല്ല പറഞ്ഞ് വരും. എനിക്കറിഞ്ഞൂടാ, ഇവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് പറയണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നാളെ വേറെന്തോ പറയും, മറ്റേ തിരിച്ചൊക്കെ പറയും. അത് പഠിച്ചവൻ കാക്കട്ടെ, അങ്ങനെയൊക്കെ ഏതായാലും വരും. ഈ നോക്കിയാണ് അടുത്ത കാര്യം, ഇതേ വാചകത്തിൽ തന്നെ ഒറ്റ വാചകത്തിലുള്ള കോട്ടിമാട്ടിൽ ഞാൻ പറയാം. ഫജാ, അങ്ങനെ ഷെയ്ഖ് വന്നു, ഒനഷറ തൗഹീദ് വ്യാപിപ്പിച്ചു. എന്നിട്ട് ലാ റുഖിയ വലാ ഷൈ, മന്ത്രമില്ല, ഒന്നുമില്ല. ഇതിന് ഇദ്ദേഹം അർത്ഥം കൊടുക്കണേ. ഖർആയി വന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ ഒരു റുഖിയയുമില്ല, ഒരു മന്ത്രവാദവുമില്ല, ഒരു മന്ത്രവാദിനിയുമില്ല എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പോൾ ഈ റുഖിയ വായിക്കണേ തന്നെ ശരിയില്ല. റുഖിയ എന്നുള്ള യാതിന് ശ്രദ്ധ കൂട്ടിയിട്ടാണ് വായിക്കണേ. അതൊന്നും ഇത്ര ആൾക്കാർ ചെയ്യാൻ പാടില്ല. റുഖിയത്ത് എന്നാണ്, ഇനി യാതിന് ശ്രദ്ധയൊന്നുമില്ല. അപ്പോൾ ഏതായാലും ശരി, ഈ മന്ത്രവുമില്ല, മന്ത്രവാദവുമില്ല, മന്ത്രവാദിനിയുമില്ല. ഇതൊക്കെ എന്തിനാ പറയണ അറിയാം? ഇതിൽ ഷെയ്ഖ് റബീൻ്റെ പേരിൽ ഒരു ആരോപണം ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമിലുള്ള റുഖിയയും ഇല്ലെന്ന് ഷെയ്ഖ് റബി പറയുന്നു എന്ന് വരുത്തുന്നുണ്ട്. നമ്മൾ തൗഹീദ് പ്രചരിപ്പിച്ചാൽ മതി, ജിന്ന് കയറിയാൽ റുഖിയ ഇല്ല. വാസ്തവത്തിൽ ഇവർ ഇതൊക്കെ പറയേണ്ടി വരും കേട്ടോ. ഇതുവരെ അങ്ങനെ മിണ്ടാതെ റുഖിയ ഉണ്ടോ ചോദിച്ചാൽ നേർക്കുന്നവരൊക്കെ ചോദിച്ചാൽ ആരോടും പതുക്കെ പറയുന്നല്ലാതെ സ്റ്റേജിൽ നിന്നൊന്നും അവർക്ക് പറയാൻ ധൈര്യമില്ല. ഇപ്പോൾ റുഖിയ ഷറിയക്ക് മന്ത്രവാദം പറയണേ. അപ്പോൾ എത്ര വലിയ അപകടമാണ്. ഇതിലും വലിയ ഹദീസിൻ്റെ എന്താണെന്നുള്ളത് ഒരു തരം അപകർഷതാ ബോധം. ഇസ്ലാമിലുള്ള ഈ വിഷയം പറയുമ്പോഴേക്കും പഠിക്കും. അല്ലെങ്കിൽ ഇവർ സ്വന്തം ഒന്ന് പറയട്ടെ, സ്റ്റേജിൽ ഒന്ന് പറയട്ടെ, ഇസ്ലാമിലെ റുഖിയ എന്ന് പറയട്ടെ. അത് പറയുന്നില്ല. ഈ പുസ്തകത്തെ കൊടുത്ത് തന്നെ റുഖിയ ഷറിയ എന്നല്ല കൊടുക്കുന്നത്, രോഗശമന പ്രാർത്ഥന കൊടുക്കണേ. ഒരിക്കൽ അപകർഷതാ ബോധമാണ് റുഖിയ എന്ന് പറയാൻ ഉൾക്കൊള്ളണില്ല. ഇതൊക്കെ തന്നെ ആ ഹദീസ് നിന്ദ എന്നൊക്കെ പറയണ ഇതല്ലേ. അപ്പോൾ ഒരിക്കൽ എന്താ പറയാനൊരു
ഒരു മടി. ജിൻബാധ ഉണ്ട് എന്ന് പറയും, പക്ഷെ ബാധിച്ചാൽ എന്തെന്നുള്ളത്. അതെ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പോൾ ആകെ ജിന്നുബാധ ഉണ്ടെന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പല ഒരു കൂട്ടർ ഇപ്പോൾ അതിനെപ്പറ്റി വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതിന് എതിർത്തൊരു കൂട്ടർ KNMൻ്റെ വാദം എങ്ങനെ അബൂർ സലീഫ് അറിയാം, KNMൻ്റെ ജിന്ന് കയറൂല എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ. അത് KNM പെട്ടെന്ന് ഓർക്ക് ഓലയുള്ള പ്രശ്നമൊക്കെ തീർത്തിട്ട് പോരാ നമ്മുടെ അടിക്ക് അല്ലേ. എന്നിട്ട് ഇവിടെ നോക്കി നിങ്ങൾ, ഈ റുഖിയ ഷെയ്ഖിന് ഇല്ലയെന്ന് വരുത്തുകയാണ് ഇവിടെ. ഷെയ്ഖ് അങ്ങനെ റുഖിയ ശറയ്യ പിന്നെ നിഷേധിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇത് കിട്ടുക, കാരണം ഷെയ്ഖ് റബി വന്നപ്പോൾ പിന്നെ അബ്ദുള്ള ഖറായി വന്നതോടുകൂടി പിന്നെ എല്ലാം പോയി. പിന്നെ എന്താണ്, റുഖിയല്ല. പിന്നെ ആ റുഖിയൻ്റെ പുറമെ അതിന് മന്ത്രം എന്നാണ് റുഖിയ പറഞ്ഞാൽ. പിന്നെ മന്ത്രവാദമില്ല, മന്ത്രവാദിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൽ റുഖിയർ തരം താഴ്ത്തലും കൂടി അതിലുണ്ട്. അതിന് പുറമെ ഉള്ളിൽ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ആരോപണം, അതാണല്ലോ കോട്ടിമാട്ടൽ. അപ്പോൾ ഷെയ്ഖ് റബീന് മന്ത്രിക്കൽ, ഇസ്ലാമിലെ മന്ത്രം റുഖിയ ശറിയ എന്ന് പറയും, അതുണ്ടോ ഇല്ലേ? ആ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. റബീനെ ഉദ്ധരിക്കണമൊക്കെ റുഖിയെല്ലാം തെളിയിക്കാനായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം 1-2 വാചകം പറയാം. വലാ ദവ അൻജാവ മിന റുഖിയ ബിൽ ഖുർആനി വസ്സുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമുള്ള റുഖിയയേക്കാൾ ഫലപ്രദമായ ഒരു മരുന്നുമില്ല. അപ്പോൾ റുഖിയ സമ്മതിക്കല്ലേ. വലാക്കിംബി ഷുറൂത്ത്, പക്ഷേ അതിന് ചില ഷർത്തുണ്ട്. അത് റാക്കിക്ക് ഇഖ്ലാസ് വേണം, മർക്കിക്ക് ഇഖ്ലാസ് വേണം, റുഖിയ ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും അത് വേണം. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് റുഖിയ ബിൽ ഖുർആനി അവിസുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമുള്ള റുഖിയ ഫൈനൗ ലാ ദവ അൻജോമിൻ ഹാദ ദവ, ഈ മരുന്നിനേക്കാൾ ഉപകാരപ്രദമായ മറ്റൊരു മരുന്ന് ഇല്ല. ഇതൊക്കെ ഷെയ്ഖ് റബി പറയാണ്. ആ ഷെയ്ഖിൻ്റെ പേരിലാണ് ഇവർ തൗഹീദ് പ്രചരിപ്പിച്ചതാണ്. അതേ പുസ്തകത്തിലുള്ളതാണിത്. എന്നിട്ട് ഇവർക്ക് ഇതാക്കി ചിലപ്പോൾ നാളെ ഇപ്പോൾ നിങ്ങൾ വായിക്കണ മാത്രം ക്ലിപ്പാക്കി കണ്ട് അബൂ സലഫി ഇത് പറയുന്നു പറയും. ഇതൊക്കെ ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വായിക്കണത്. ഇവർക്ക് ഇവിടെ ഷെയ്ഖ് ഇവിടെ റുഖിയ പറഞ്ഞിട്ടില്ല, ഷെയ്ഖ് റുഖിയ എതിർക്കുന്നു എന്ന് വരുത്തേണ്ട വായിച്ച ആർക്കും മനസ്സിലാവും. അതേ രൂപത്തിലാണ് ഇവിടെ എഴുതുന്നത്. ഇന്ന് നോക്കിക്കോളി. പിന്നെ സിഹിർ ഹഖീഖ, സിഹിർ യാഥാർത്ഥ്യമാണ്. വല യളുർ ഇല്ലാ ബീദിനില്ല, അള്ളാൻ്റെ ഇതുണ്ടെങ്കിലേ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ പറയാം കൊല്ലുഹ ലാ തഖവ വലാ തളുർ ഇല്ലാ ബീദിനില്ല, അതൊക്കെ അള്ളാൻ്റെ ഇതിനുണ്ടെങ്കിലേ അതുകൊണ്ട് ഉപകാരം അല്ല ഉപദ്രവം ഉണ്ടാവുള്ളൂ. വഞ്ചോ ഇലാജില്ല. ഇനി ഈ സിഹിറിന് വൽ അയനി ലി സിഹിരി വല്ലയനി, കണ്ണേറിന്, സിഹിറിന്, വൽഹുമ വിഷത്തിന്, വമാ ഷാക്കലതാലിക, അതുപോലെയുള്ളത് ഏറ്റവും നല്ല ചികിത്സ റുഖിയത്തു ശറയ്യ. അതാര് പറയണാണ്? ഷെയ്ഖ് റബി. റുഖിയ ശറയ്യാണ്. അപ്പോൾ ഇതൊക്കെ അതേ അംഗീകരിക്കുന്നുണ്ട്, ഇതിൽ അംഗീകരിക്കുന്നില്ല എന്നാണ്. തൗഹീദ് പറഞ്ഞാൽ അത് റുഖിയ വേണം. അപ്പോൾ ഇവർക്കൊരു വാദമുണ്ടോ തൗഹീദുള്ളവർക്ക് റുഖിയ ഇല്ലയെന്ന്? അതൊരു പറയണം. തൗഹീദ് ഉണ്ടെങ്കിൽ റുഖിയ വേണ്ട എന്നൊരു പറയണം. ഇവിടെ പതാണല്ലോ സമർത്ഥിക്കണേ. അപ്പോൾ കാരണം ഈ ബുക്ക് മൊത്തത്തിലെടുത്താൽ ഫുള്ള് നമുക്ക് എതിർക്കാവുന്ന വിഷയമാണ്. ഇതിനെന്തിനാണ് ഇവർ ന്യായീകരിക്കുന്നത്? KJ മുഹമ്മദ് മദനിൻ്റെ പേരിൽ ഇതിൻ്റെ ആമുഖമൊക്കെ ഉണ്ട്. ആ മനുഷ്യനത് എഴുതിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവർ എഴുതുക, അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി ഒപ്പിടിക്കുക. ചില വിഷയങ്ങൾ പിന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ബുക്കിൻ്റെ വിഷയമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എഴുതും, അവർ ഇങ്ങനെ ആൾക്കാരെ പേരിലാണ്ടാക്കും. അതൊക്കെയാണ് ആ വിഷയത്തിൽ വന്ന്. ഇനി നിങ്ങൾ നോക്കി ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ഇനി ഒരാൾക്ക് ശരിക്കും ഖുർആൻ ഓതാൻ കഴിയില്ല എന്ന് നോക്കുക, ഓനിങ്ങനെ മന്ത്രിച്ച് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി യജൂസുലു തന്നെ ഇറക്കുക, ഇത് അൽത്തറ ഇല്ലാതാലി, അതിനങ്ങനെ നിർബന്ധിതനായ ആൾക്ക് ചെയ്യാം, എന്നാലും ആൾ ഖുർആൻ പഠിക്കണം. പിന്നെ അടുത്ത ചോദ്യം, കാഫിറിന് റുഖിയ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഷെയ്ഖ് റബീൻ്റെ അഭിപ്രായം കേട്ടോ. ഇതൊക്കെ എൻ്റെ പേർക്കിട്ടിട്ട് പറഞ്ഞാൽ ഞാൻ ഷെയ്ഖ് റബി പറയണത് ഇങ്ങനെ വായിച്ച അർത്ഥം പറയാം. തജൂസു, കാഫിറിന് റുഖിയ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ ഉദ്ധരിച്ചതുകൊണ്ട് നമ്മൾ പറയണം. ഇതൊക്കെ ഷെയ്ഖ് റബീനെ പേര് ഉദ്ധരിച്ച് ഷെയ്ഖ് റബി റുഖിയ നിഷേധിക്കുന്ന ആളാന്ന് വരുത്തി തീർത്ത് അതേ ബുക്കിൽ ഷെയ്ഖ് റബി പറയണത് ഇതൊക്കെ പറ്റും. എന്നിട്ട് അബൂ സയ്യിദ് റക്ക കാഫിറൻ, അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു കാഫിറിന് റുഖിയ നടത്തി. എന്നിട്ട് ആ ഹദീസ് ഇങ്ങനെ എടുത്ത് ഇവർക്ക് ഈ കിതാബിൽ ഉദ്ധരിച്ചൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ കൂടി അവരെന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഈ ബുക്കിന്റെ പേര് റുഖിയ ശറയ്യ, എന്നിട്ട് റുഖിയ ശറയ്യ മാത്രത്തിലില്ല. അത് നിഷേധിക്കാൻ റബിയാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു ജീവവായു. അപ്പൊ ഷെയ്ഖ് റബീന്റെയോട് അദ്ദേഹത്തിന്റെ വരികളോട് ഇവർക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന സാധനം മുഴുവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, മുഴുവൻ പറയണം. എന്നിട്ടും ജോലിക്ക് വിയോജിപ്പുണ്ടാതെ ഇതൊക്കെ വേണമൊക്കെ ചെയ്യാം. ഇത് ഷെയ്ഖ് റബീന്റെ പേരിൽ ഇല്ലാത്തത് അടിച്ചേൽപ്പിക്കുകയാണ്, അദ്ദേഹം വിചാരിക്കാത്തത്. അദ്ദേഹം റുഖിയ ഇല്ല എന്ന് പറയുന്നു വരുത്തുകയാണ്. അതാണ് ഇവിടെ ചെയ്യണത്. ഇനി അടുത്ത പിന്നെ കോട്ടിമാട്ടൽ കേട്ടോ, ഇതേ വിഷയത്തിലാണ് ഇപ്പോൾ ഇത്.
ഒന്നും ചെയ്യാതെ നമ്മുടെ പേരിലാണ് ഒരു കൊട്ടി. അതാ ഞാൻ പറഞ്ഞു, ചിലർ ഒച്ചട്ടാൽ മനസ്സിലായിക്കൊണ്ട് അതൊക്കെ ഓലെ പറ്റിയ പറയണ പറഞ്ഞ്. അതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കി, പിന്നെ ഇവരെ പറ്റി ഇവർ എഴുന്നേൽക്കാൻ പറ്റിയ ജിന്നുബാധയാണ്, മരത്തിൽ കാണും, വഴി കാണും എന്നൊക്കെ പറഞ്ഞ് ജുഹാൽ മാ ഇന്ദഹും തൗഹീദ്, അവർ ജാഹിലുകളാണ്, അവരടുത്ത് തൗഹീദില്ല. അതിന് ഈ ജുഹാലും ഇതൊക്കെ പറയുമ്പോൾ ഇതിനെന്തോ പോലും കിട്ടിയെന്നാണ് പോലും പറയണേ. എന്നിട്ട് പറയുകയാണ് ഈ റോട്ടിൽ പോകുമ്പോൾ ജിന്നിനെ കണ്ടത്, മരത്തിൽ ജിന്ന് കണ്ടത്, അവരൊക്കെ മാനസിക രോഗികളാണ്. ഷെയ്ഖ് റബി അങ്ങനെ പറഞ്ഞു സൂചിപ്പിക്കുക. ഷെയ്ഖ് റബി ഇവർ മാനസിക രോഗികളാണെന്ന് എവിടെയാണ് പറഞ്ഞത്? അത് റബീൻ്റെ മേലുള്ള ആരോപണമാണ്. ഏത് അന്നത്തെ ജനങ്ങളെ അവസ്ഥ അദ്ദേഹം പറയാണ്, അദ്ദേഹം വിശദീകരിക്കുകയാണ്. അന്ന് ആകെ ജിന്ന് ബാധ കൊണ്ട് ആകെ പ്രശ്നം, അവർ റോട്ടിലും അവിടെയൊക്കെ അവർ ജിന്നുകളെ കണ്ടിരുന്നു എന്നത് അവർക്ക് മാനസിക രോഗം ആയതുകൊണ്ടാണ്. ഇയാളെ വാക്ക് വിശദീകരണമാണ്, അല്ലെങ്കിൽ പറയണം ഷെയ്ഖ് റബി ആ നിലക്കാ പറഞ്ഞതെന്നുള്ളത്. കാരണം ജിന്നിനെ കാണൂല എന്നുള്ള ഇവർ പറയണേ. അങ്ങനെ തന്നെ ആളാണ് ജിന്ന് പറന്നു പോയി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അവർക്ക് കാര്യം. അപ്പോൾ ജിന്നിനെ കാണൂല എന്നാണ് ഇപ്പോൾ ഇവർ പറയണേ. അപ്പോൾ ഷെയ്ഖ് റബിയും എന്താ ഉദ്ദേശിച്ചെന്ന് അവർ പറയുന്നത്, ജിന്നിനെ കാണൂല, അപ്പോൾ അവർ മാനസിക രോഗികളെ കണ്ടെന്ന് തോന്നുകയാണ്. അതൊക്കെ അവർ പറയുന്നുണ്ട്. അതിനെ ക്ലിപ്പുകളൊന്നും ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല. തോന്നുകയാണ്. വേറെ കൂട്ടരും ഈ അനസ്മൂലിയോ അല്ലാത്തവരൊക്കെ പറയുന്നുണ്ട് അത് തോന്നി, അതൊക്കെ വരെ വകയാണ്. ഇതിനാണ് കോട്ടിമാട്ട് എന്ന് പറയുക. വാസ്തവത്തിൽ ഷെയ്ഖ് റബി പറയണത് എന്തെന്നറിയോ, ജിന്നിനെ കാണുന്ന വിഷയത്തിൽ ഇത് റബീൻ്റെ വാക്കാണ്, എൻ്റെ പേർക്ക് ഇവരോട് ഇടരുത് പ്രത്യേകം പറയാണ്. ഷെയ്ഖിനോടൊരു ചോദ്യം, ഇന്നഹു വിശുദ്ധ ഖുർആനിൽ വചനമുണ്ടല്ലോ, പിന്നെ ഇന്നഹു യറാക്കും അല്ലേ, യറാക്കും ഹുവ വ ഖബീലു മിൻ ഹൈസു ലാ തറൗനഹും. ഈ പിശാജ് അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ. ഇങ്ങനെ ആയത്തുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ചോദ്യം. ഈ ആയത്ത് കൊണ്ട് ഒരിക്കലും ഹൽ തായനിൽ ആയ അതുമർ റുയത്തിലൽ മുത്തലക്കായിട്ട് ജിന്നുകളെ കാണൂല എന്നാണോ ഇതിൻ്റെ അർത്ഥം? അം ഹൽ യുംകിനുലി ബാദിൻ നാസ് അന്യറു അഷയാത്തീന ഫി ബാദിൽ അഹിയാൻ, അല്ലെ ചില സമയത്ത് ജനങ്ങൾക്ക് ചിലർക്ക് പിശാചുക്കളെ കാണാൻ പറ്റുമോ? ഇതാണ് ഷെയ്ഖിനോട് ചോദിക്കണേ. ഇത് ഷെയ്ഖിന് മറുപടി നാം കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാ ഹസൽ അത് സംഭവിച്ചിട്ടുണ്ട്. കമാഫിൽ ഹദീസ്, ഈ ഹദീസാണ് ഒന്ന് ഖിസ്സത്ത് അബി ഹുറൈറ മാ ഷെയ്ത്താൻ, അബൂ ഹുറൈറ ഷെയ്ത്താനെ കണ്ട വിഷയമാണ് പറഞ്ഞത്. അതുപോലെ വർ റസൂൽ റാ ഷെയ്ത്താൻ, നബിയും ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട് ഓയുസലി നമസ്കരിക്കുമ്പോൾ. പിന്നെ അള്ളാഹു ആണ് സത്യം, അത് ഷെയ്ഖ് റബിയ പറയണേ. റായിത്തു ബി നഫ്സി, ഷെയ്ത്താനെ ഞാനും കണ്ടിട്ടുണ്ട്. റായിത്തു ഷയാത്തീന, ഞാൻ ഷെയ്ത്താന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയും, ഇവർ പൊതുവെ പറയുള്ളത് ഇങ്ങനെയാണല്ലോ, ഷെയ്ത്താൻ്റെ യഥാർത്ഥ രൂപം മാറിയാൽ കാണുന്നൊക്കെ ഒരു പറയലുണ്ട്. ഇവിടെ ഷെയ്ഖ് പറയണത് അതൊന്നുമല്ല. ഇവിടെ റായിത്തു ചില ഷെയ്ത്താനെ കണ്ടു. ഒന്ന് റായിത്തു ഫറസൻ ലാ നെലീർ അലോഹുഫി അയാത്തി കുല്ലിയ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സമാനത ഇല്ലാത്ത ഒന്ന് ഞാൻ കണ്ടു. അത് ഫറസ്, ഒരു ഫറസ് പറഞ്ഞാൽ മറ്റേ കുതിര. റായിത്തു ഹാദ അനവാഹി ബില്ലൈലി, ഞാൻ കണ്ടു എൻ്റെ സഹോദരൻ രാത്രി, കുഞ്ഞാ മുസാഫിരീന, ഞങ്ങൾ യാത്രയിലായിരുന്നു. റായിന ഹദൽ ഫറസ് അൽ ഗരീബ്, ഈ ഫറസ് സാധാരണ ഫറസ് അല്ല, ഒരു അത്ഭുതകരമായ കുതിരയാണ്. അല്ല അജീബ്, അത്ഭുതം നിറഞ്ഞ. ഫി മക്ക ലൈസഫി മർ വലൈസഫി അഹദ് മിനന്നാസ്, അവിടെയാണെങ്കിൽ മേച്ച സ്ഥലമില്ല, അവിടെ ഒരു മനുഷ്യരുമില്ല. ഫാന ഫഹീം തു അന്നു ഷെയ്, അപ്പോൾ എനിക്ക് മനസ്സിലായി പിശാജാണ്. വാഹി ഐലൻ, എൻ്റെ സഹോദരനും ഫഹീം അന്നു ഷെയ്ത്താൻ, ഒരു ഷെയ്ത്താനെന്ന് മനസ്സിലായി. ഈ വേറെ അനുഭവം അദ്ദേഹം പറയാം. ഇതൊക്കെ അംഗീകരിക്കണ്ടോന്ന് ജ്ഞാനന്മാരെ പറയണ്ടേ? ഇതൊക്കെ ഇതിപ്പോൾ ആദ്യം ഇവർ പറഞ്ഞ് മാനസിക രോഗിയായതുകൊണ്ട്, ഈ ജാഹിലുകളും മാനസിക രോഗമുണ്ട്, ബുദ്ധി തകരാറുള്ളത് കൊണ്ട് ഓർക്ക് ഇങ്ങനെ കാണണമൊക്കെ ഷെയ്ത്താനാ തോന്നിയതാണെന്നാണ് പറയണേ. അങ്ങനെയാണ് ഈ റബി പറഞ്ഞതെന്ന് ഓല് പറയണത്. റബീൻ്റെ പേരിൽ ആരോപണമുള്ളത്. റബി അങ്ങനെയല്ല, റബി അല്ലാത്ത മാനസിക രോഗം ഇല്ലാത്തവർക്കൊക്കെ, റബീന് മാനസിക രോഗം ഉണ്ടെന്ന് അവർ പറയുമോ? മാനസിക രോഗം ഇല്ലാത്തവർക്കൊക്കെ ഇത് കാണാം എന്നാണ് ഷെയ്ഖ് റബി പറയണത്. ഈ വേറെ ഉദാഹരണം അദ്ദേഹം പറയാം. ഒരായിത്തു വാന റാക്കിബ് അസയ്യാർ, ഞാൻ കാറിൽ ഇങ്ങനെ പോകുമ്പം ബൈനൽ ഇഷാനി മഗ്രിബിന് ഇഷാക്കും ഇടക്ക് ഷഖ്സൻ ജാലിസൻ ഉരിയാനൻ, വസ്ത്രമില്ലാതെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓർ ഉക്കുബത്താഹു തജാവസാനു റഹ്സഹു, അയാളെ രണ്ട് മുട്ടുകളും അയാളെ തലയും മറികടന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾ ഇരിക്കുമ്പോഴേ റഹ്സു ഖബീർ ജിദ്ദൻ, അതിൻ്റെ തല ഭയങ്കര വലിപ്പമുണ്ട്. ലൈസഫി ഐഷറ, തലയിൽ മുടിയില്ല. എന്നാൽ ലൈസ മഹലൂക്കൻ, അത് തല മുണ്ടനം ചെയ്തത് കൊണ്ടുള്ള മുടിയില്ലാതെ ആയതല്ല. ഷെഖലു വരീബ്, അത്ഭുതകരമാണ് അതിൻ്റെ രൂപം. അപ്പോൾ ബൈന യദൈ വലദൈന് ലോഹുമ, അതിൻ്റെ മുമ്പിൽ അവന് ആ ഷെയ്ത്താൻ്റെ രണ്ട് കുട്ടികളുണ്ട്. റസാനി അലീമാൻ, അവരുടെ തലയും വലിയ തലകൾ. ലാ ഷാറ ഫീമ, അതിലും മുടിയില്ല.
എന്നാൽ ബഹുമാൻ അഹീഫാനി അവർ മറ്റുള്ള ഭാവം വളരെ മെലിഞ്ഞതാണ്. ഓ സാക്കാഹുമാ സഹീറാനി അവരുടെ കാലുകളും വളരെ ചെറുതാണ്, ജിദ്ദൻ. ഓ ഷക്കലുഹുമാ ഗരീബ് ജിദ്ദൻ അവരുടെ രൂപവും അത്ഭുതകരമാണ്. ഫറൈന അന വ വാഹിദുമായി ഞാനും എൻ്റെ കൂടെയുള്ള ഒരാളും അത് കണ്ടു. കണ്ടോ? ഹു അറഫ് അന്നവും ഷയാത്തിന് അവന് മനസ്സിലായി അത് പിശാചുക്കളാണ്. ഓ അന കദാലിക്ക് എനിക്കും മനസ്സിലായി അത് ശൈത്താന്മാരാണ്. ഇങ്ങനെ തുടങ്ങി ഫക്കസീറു മിനന്ന കദീറ ഷയാത്തീൻ അധികം ആൾക്കാരും ശൈത്താനെ കാണാം. ഒഫിൽ ഗാലിബ് ലൈത്തഹറു ഷയാത്തീൻ എന്നാൽ മിക്കവാറും ശൈത്താൻ പ്രത്യക്ഷപ്പെടില്ല. ലാക്കിൻ ഹുനാക്കല്ലാന ഉന എന്നിട്ട് ഷെയ്ഖ് റബി പറയാം ഇന്നപ്പുണ്ട് ചില ആൾക്കാർ അഹദുൻ മുഹമ്മദ് അബ്ദു തിൽമീദുൽ അഫ്ഗാനി ഒരു അഫ്ഗാൻ്റെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അബ്ദു എന്ന് എടുക്കുകയാണ്. അവർ ഇൻകാറു സിഹിർ അവർ ഇതിനൊക്കെ സിഹിറിനെ നിഷേധിക്കുന്നുണ്ട്. മഅൽ അസഫ് അപ്പോൾ ഇൻകാർ റുയത്തിൽ ജിന്നിനെ കാണാൻ പറ്റൂല എന്നും അവർ നിഷേധിക്കുന്നുണ്ട്. വഹാദ അസുലു മഹൂദുമിന മുഅ്തസില അൽ അഖ്ലാനി ഇതൊക്കെ അഖ്ലാനി മുഅ്തസിലകളിൽ നിന്ന് എടുത്തതാണ്. അല്ലദീന യുഹക്കിമൂന ഉഖൂലഹും അല്ലെ അവർ യഹ്കുമൂന ബി ഉഖൂലി അവർ അവരുടെ ബുദ്ധി അനുസരിച്ചാണ് അവർ വിധി തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഷെയ്ഖ് റബി പറഞ്ഞത്. ആ റബീൻ്റെ പേരിലല്ല ഈ പച്ചക്കള്ളങ്ങൾ പോലെ എഴുതിയ ഷെയ്ഖ് റബി ഇവർ മാനസിക രോഗികളാണെന്ന് എവിടെയാണ് പറഞ്ഞത്? ഈ രൂപത്തിലൊക്കെ കോട്ടി മാറ്റിയിട്ട് ഞാൻ ഈ ബുക്കിലുള്ളതുപോലെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അല്ലെ ബുക്കിലുള്ളത് ഇവരെ അംഗീകരിച്ചു എന്നല്ലേ ഒരാൾ കാണുള്ളൂ. കാരണം മലയിലും ജിന്ന് അവിടെയും ജിന്ന് ഇവിടെയും ജിന്ന് എന്നൊക്കെ അദ്ദേഹം പറയണത് ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഷെയ്ഖ് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയണ്ടേ? ബാക്കി മുഴുവനും ഷെയ്ഖിൻ്റെ അംഗീകരിച്ചുകൊണ്ടല്ലോ ഒരു പോരുണ്ട്. അപ്പോൾ ഒക്കെ അംഗീകരിച്ചു, ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയണ്ടേ? അപ്പോഴല്ലേ നമ്മളിത് കോട്ടിമട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. ആശയം സ്ഥാപിക്കാനാണ് ആ ഉദ്ധരണികൾ. ഇതൊക്കെ സ്ഥാപിച്ചതാണ്, സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം ചട്ടയിൽ പോലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജാതി കള്ളങ്ങൾ അനസ്മലൂർ പറയാണ് ഇങ്ങനെയൊന്നും വലിച്ചു കീറിയിട്ട് സംസാരിക്കരുത്. ഇതൊക്കെ ആരും ഒന്നും പ്രതികരിക്കില്ല എന്ന് വിചാരിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ പുസ്തകം എഴുതുമ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. അപ്പോൾ ഈ പറയുന്നത് ഷെയ്ഖ് റബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണെങ്കിൽ അല്ലെങ്കിൽ പറയണത് അതൊന്നും പ്രമാണ യോഗ്യമല്ല. അത് പറയണം, വസ്തുനിഷ്ഠമായി പറയണം, തെളിവ് സഹിതം പറയണം. ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ഉറപ്പ് പറയണം. അപ്പോൾ ജിന്നിനെ കാണുമില്ല എന്നൊക്കെ ഉള്ളത് ഇത്യാദി വിഷയമായിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും അതിന് ശരി തെറ്റിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല. കാണുമോ ഇല്ലേ എന്നുള്ള അതിനും തീരുമാനിക്കണം, പഠിക്കണം. പക്ഷേ ഷെയ്ഖ് ഇവിടെ പറഞ്ഞു ഷെയ്ഖിൻ്റെ പേരിൽ എന്തിനാ കള്ളം പറഞ്ഞേ? ഷെയ്ഖ് അത് കാണുന്ന പറഞ്ഞു. അത് കണ്ടുപോലെ മാനസിക രോഗികൾ അദ്ദേഹം ആക്കിയിട്ടില്ല. ഒരു തൗഹീദ് അറിയില്ല എന്നുള്ളത് ശരി, ആ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അനസ്മോയിൽ തന്നെ ജിന്നിനെ ഒരാൾ കണ്ടു എന്ന് വാദിച്ച ഷഹാദത്തിന് പറ്റൂല എന്ന് പറഞ്ഞേ. അപ്പൊ ഇതില് ഷെയ്ഖ് റബി കണ്ട വിഷയം പറയുമ്പോൾ ഓല അഭിപ്രായ പ്രകാരം ഷഹാദത്തിന് പറ്റാത്ത ഷെയ്ഖ് റബീനെയാണ് ഓല്. അതെ, അങ്ങനെയുള്ള റബീനെയാണ് ഒരു കാര്യം ജീവമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഷഹാദത്തിന് പറ്റാത്ത ആളാണ്. അതെ, ഷഹാദത്തിന് പറ്റൂല. പക്ഷേ ഇവർക്ക് ബുക്ക് ചെയ്താനൊക്കെ ഉഷാറാണ്. ഇതൊക്കെ അതുകൊണ്ട് വേറെന്തോന്ന് കിട്ടുമെന്ന് കണ്ടപ്പോൾ ഒക്കെ പറയലുണ്ടല്ലോ നമ്മൾ ഒരു കൂട്ടരെ ഇതിൽ നിന്ന് പുറത്താക്കണം, അത് വെച്ചിട്ട് ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇതൊന്നും ആയുസില്ല, ഒക്കെ ആൾക്കാർ മനസ്സിലാക്കും എന്ന് ഇത്തരം ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇല്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ ഹദീസിനെ നിന്നിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മൾ പിന്നെ KJUമായി ബന്ധപ്പെട്ട് മുബാറക് മൗലവി എഴുതിയ പുസ്തകം ഉണ്ടല്ലോ. ആ പുസ്തകത്തിൽ പിന്നെ ഒരു ചങ്കിൽ ചവിട്ടുന്ന ഹദീസ് എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൻ്റെ ആ പേജ് മുഴുവൻ ഇവരെ ഇവിടെ വായിച്ചിട്ടില്ല. ആ ഹദീസ് കൊടുത്തിട്ട് തൊട്ട് താഴെ ഇമാം ദഹബിയുടെ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. ആ ഉദ്ധരണി ഒന്ന് വായിച്ചാൽ അത് ക്ലിയറാണ്. പക്ഷെ അത് വരെ അവർ വായിക്കണ്ട. അപ്പം നമ്മൾ അത് ഇനി ആ ഹദീസിനെ സംബന്ധിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ഇമാം ദഹബിയുടെ ഉദ്ധരണി കൂടി എന്ത് ചെയ്യണം, ഒന്ന് വായിക്കണം എന്നുകൂടി അപേക്ഷ. അങ്ങനെയാണ് ശരിക്കും. എന്നിട്ട് ആ ബുഖാരിലെ ഹദീസിനെ പറ്റിയാണ് ചങ്കിൽ ചവിട്ടുന്ന ഹദീസ് എന്ന് പറഞ്ഞിട്ട് പരിചയം. അതാണ് ശരിക്കും ഹദീസ് നിന്ന. അതാണ് നിന്ന. ഞാൻ പറഞ്ഞു അതാ മൂപ്പര് ഇപ്പം ഇവിടെ ഞാൻ നിന്ദിച്ചു എന്നുള്ള പറയണേ. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ നിന്ദിച്ച മൂപ്പരാണ്. അത് വെറുതെ വേറെ ആൾക്കാർ തലയിലാണ്. ഇതിലെന്നെ പിന്നെ ചങ്കിൽ ചവിട്ടി എന്ന സൊഹൈൽ ബുഖാറിൻ്റെ ഹദീസാണ് പറയുന്നത്. പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. എന്താണ് അതിൻ്റെ ഹുക്കം പോലും പറയട്ടെ. നമ്മളാ ഹദീസ് ഉദ്ധരിച്ചിട്ട് പിന്നെ അതിലെ പണ്ഡിതന്മാർ എഴുത്ത് കൊടുത്തപ്പം 2 പണ്ഡിതന്മാരെ വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് റുഖിയക്കുള്ള തെളിവാണെന്നുള്ളവർക്ക്. എങ്കിലും അത് നിഷേധിക്കട്ടെ, അതവർ തള്ളട്ടെ, അതൊന്നും അവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഏതായിരുന്നാലും ഇനി ഒരു ആവർത്തനം ആവശ്യമില്ലാത്ത രീതിയിൽ കോട്ടിമാട്ടിയ തിരിമറി നടത്തി എന്ന് ആരോപിച്ചതിൻ്റെ ആക്രോശിച്ചതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും യഥാർത്ഥത്തിൽ ആരാണ് തിരിമറി നടത്തിയത് എന്നും തങ്ങളുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ അവർ നിരത്തിയ തെളിവുകളും രചിച്ച രചനകളുമെല്ലാം അവർക്ക് തന്നെ അവസാന വിനയായി മാറുന്ന പ്രതിരോധമായി മാറുന്ന അവസ്ഥയാണ് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ
കണ്ടത്, മനസ്സിലാക്കിയത്. ഏതായിരുന്നാലും ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ഒരുപാട് പാഠങ്ങളുണ്ട്. കൂടുതൽ പഠിക്കാനും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 3 വിഷയങ്ങളും വളരെ പ്രാമാണികമായി പണ്ഡിതോചിതമായാണ് കൈകാര്യം ചെയ്തത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, തിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ആ രീതിയിലുള്ളൊരു മനസ്സുള്ളവർക്ക് ഏറെ സഹായകമാകും. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തന്നിഷ്ടങ്ങൾക്കപ്പുറം ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള മഹാ തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 3 പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.